ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 2 ദിവസമായി ഈ ഒരു ആൽബം മേക്കിംഗ് വീഡിയോ കണ്ട് മടുത്തു എല്ലാവർക്കും. സാരമില്ലാന്ന് നമുക്ക് ഇതും കൂടെ കഴിഞ്ഞാൽ മാറ്റി പിടിക്കാം കേട്ടോ. ഇനി പുതിയ കൂട്ടുകാരാണെങ്കിൽ ഈ ഒരു ടോക്ക് കേട്ട് കൺഫ്യൂഷൻ അടിക്കേണ്ട. നമ്മൾ ഓൾറെഡി ഇതിന് മുൻപ് 2 പേജ് ഉണ്ടാക്കുന്നത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ 3rd പേജാണ്. സോ നമ്മളിവിടെ വൈറ്റ് കളർ പേപ്പറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പേജിന് ഹോൾ ഇടണം. നമ്മുടെ പേജിൻ്റെ ലെങ്ത് 21 ആയതുകൊണ്ട് 7ലും 40ലും ഓരോ ഹോൾ ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കവർ ചെയ്യാൻ വേണ്ടി ഞാനിത് ഇങ്ങനെ ഒരു പാറ്റേൺ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലോട്ട് ഇനി ഒരു ഫോട്ടോ വെക്കാനുണ്ട്. ഇതാണ് കേട്ടോ ഫോട്ടോ. നമ്മുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപേ നമ്മൾ എടുത്തൊരു ഫോട്ടോ ആയിരുന്നു. ഞാനും ബിഷ്രുള്ള ആ ഒരു ഫോട്ടോ ആണ് ഞാൻ അവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ അതിൻ്റെ കൂടെ വെച്ച് നോക്കി, പക്ഷേ ചിലതൊന്നും അങ്ങോട്ട് മാച്ചായി കിട്ടിയില്ല. ഇത് എനിക്ക് മാച്ചായി തോന്നിയില്ല കേട്ടോ. അപ്പോൾ അത് ഞാനവിടെ മാറ്റി. പിന്നെ അതേ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു കേട്ടോ, ബോയ് മോം എന്ന് എഴുതിയിട്ട് ഒരു കോട്ടായിരുന്നു. പക്ഷേ അത് ഡയറക്റ്റ് അതിലോട്ട് ഒട്ടിക്കുമ്പോൾ നമ്മുടെ പാറ്റേൺ പേപ്പറിൻ്റെ കളറും സ്റ്റിക്കറിൻ്റെ ബാക്ക്ഗ്രൗണ്ടും സെയിം ആയതുകൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് കാണുന്നേ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു ബ്രൗൺ കളർ പേപ്പറിൽ ആദ്യം ഒന്ന് സ്റ്റിക്കർ ഒട്ടിച്ചെടുത്തു. എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ആ ബ്രൗൺ കളർ ബാക്ക്ഗ്രൗണ്ട് വന്നപ്പോൾ ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്ത പോലെ തോന്നി. എന്നിട്ട് അത് നമ്മുടെ ഫോട്ടോൻ്റെ താഴത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ കുറച്ച് സ്റ്റിക്കേഴ്സും കോട്ട്സൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേ ഒരു കോട്ട് മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഇങ്ങനെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് സൈഡിലായിട്ട്. പിന്നെ നമ്മളൊരു ബട്ടർഫ്ലൈൻ്റെ സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പേജിൽ ഇത്രേ പണിയുള്ളൂ കേട്ടോ. അപ്പോൾ വർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ.